താമരശ്ശേരി അരയാറ്റുകുന്നിൽ MDMA വിഴുങ്ങിയതായി സംശയമുള്ള ഫയാസിന്റെ വയറ്റിൽ തരി പോലുള്ള സാധനം കണ്ടെത്തിയെന്ന് സ്കാനിംഗ് റിപ്പോർട്ട്. ഇയാളുടെ സർജറി ഉടൻ നടത്താനാണ് തീരുമാനം. ഫായിസിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. 2 ആഴ്ച മുൻപ് താമരശ്ശേരിയിൽ പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ MDMA വിഴുങ്ങിയ യുവാവ് മരിച്ചിരുന്നു. അമ്പായത്തോട് സ്വദേശി ഷാനിദാണ് മരിച്ചത്. ഷാനിദിന്റെ സർജറി വൈകിയിരുന്നു. ഷാനിദ് സമ്മതിക്കാത്തതുകൊണ്ടായിരുന്നു ഇത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഫയാസിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുന്നത്. ഇന്നലെ ഭാര്യയെയും കുടുംബത്തെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഫയാസിനെ നാട്ടുകാർ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. പോലീസിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇയാൾ കയ്യിലുള്ള MDMA എന്ന് സംശയിക്കുന്ന ലഹരി വസ്തു വിഴുങ്ങിയത്. MDMA വിഴുങ്ങിയെന്ന് ഇയാൾ തന്നെയാണ് പോലീസിനോട് പറഞ്ഞത്. ഇതിന് പിന്നാലെ യുവാവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ചുടലമുക്കിലെ വീട്ടിൽ നിന്നാണ് ഫായിസിനെ പോലീസ് പിടികൂടിയത്. അമിത അളവിൽ MDMA ശരീരത്തിലെത്തിയാൽ മരണസാധ്യത കൂടുതലാണ്. അതുകൊണ്ടുകൂടിയാണ് ഫയാസിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുന്നത്. ലഹരിക്ക് അടിമയായ യുവാവ് ഭാര്യയെ കൊലപ്പെടുത്തിയ സംഭവത്തോടെ താമരശ്ശേരി മേഖലയിൽ പോലീസും നാട്ടുകാരും ലഹരിക്കെതിരെ ജാഗ്രതയിലായിരുന്നു. ഇതിന്റെ ഭാഗമായി ലഹരി ഉപയോഗിക്കുന്നവരെ പോലീസും നാട്ടുകാരും നിരീക്ഷിച്ചു വരികയായിരുന്നു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഫായിസിനെ കസ്റ്റഡിയിലെടുക്കാൻ എത്തിയത്. പോലീസ് അടുത്തെത്തിയപ്പോഴേക്കും കയ്യിലുണ്ടായിരുന്ന വസ്തു ഇയാൾ വിഴുങ്ങി. ഇതാണ് സംശയത്തിന് കാരണമായത്. തുടർന്ന് ഫായിസിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. താമരശ്ശേരിയിൽ ഇപ്പോൾ ശക്തമായ റെയ്ഡും പരിശോധനയുമാണ് പോലീസ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം യുവാവിൽ നിന്ന് 58 ഗ്രാം MDMA പിടികൂടി. അമ്പായത്തോട് പുല്ലുമല വീട്ടിൽ മിർഷാദ് എന്ന മസ്താനെയാണ് പിടികൂടിയത്. ഇയാൾ താമരശ്ശേരിയിലെ രാസലഹരി വിൽപ്പനക്കാരിൽ പ്രധാനിയാണെന്ന് പോലീസ് പറയുന്നു. കോവൂർ ഇരിങ്ങാടൻ പള്ളിക്ക് സമീപം നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ MDMA വിഴുങ്ങി മരിച്ച ഷാനിദിന്റെ സുഹൃത്താണ് മിർഷാദ്. ലഹരിക്ക് അടിമപ്പെട്ട് ഉമ്മയെ കൊന്ന ആഷിഖ്, ഭാര്യയെ കൊന്ന യാസിർ എന്നിവരുമായും പ്രതിക്ക് ബന്ധമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. താമരശ്ശേരി, കോഴിക്കോട് ഭാഗങ്ങളിൽ രാസലഹരിയുടെ മൊത്ത കച്ചവടക്കാരനാണ് മസ്താൻ എന്നാണ് എക്സൈസ് നൽകുന്ന വിവരം. കിലോ കണക്കിന് രാസലഹരി എത്തിച്ച് വിതരണം ചെയ്യാൻ സാധിക്കുന്ന ആളാണ് മിർഷാദെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. താമരശ്ശേരി, ഈങ്ങാപ്പുഴ, അടിവാരം എന്നിവിടങ്ങളിൽ രാസലഹരി ഉപയോഗവും അക്രമവും വർദ്ധിച്ച സാഹചര്യത്തിൽ പോലീസും എക്സൈസും ശക്തമായ പരിശോധനയാണ് നടത്തിവരുന്നത്. ഓരോ ദിവസവും നിരവധി ലഹരി കേസുകളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇതിന്റെ പേരിലാണ് പല കൊലപാതകങ്ങളും നടത്തിവരുന്നത്. അതുകൊണ്ടുകൂടി തന്നെയാണ് പോലീസ് ജാഗരൂകരായിരിക്കുന്നതും പല വ്യക്തികളെയും കേന്ദ്രീകരിച്ച് ഇപ്പോഴും അന്വേഷണം നടത്തുന്നതും.